I want to firstly say good morning to all brothers and sisters. It is so good to see all of you this morning. നിങ്ങളെല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. In spite of the heat and the humidity, so many of you are here. ഇത്രയും കഠിനമായ ചൂടുണ്ടായിട്ടും നിങ്ങളെല്ലാവരും ഇന്ന് ചേർന്ന് വന്നതിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I want to thank His Grace, the Metropolitan, for his kind invitation for me to come to join you all at this Maramon Convention. ഈ മരാമൺ മഹായോഗത്തിന്റെ ഭാഗമാകുന്നതിനും വചന ശുശ്രൂഷ നിർവഹിക്കുന്നതിനും എന്നെ ക്ഷണിച്ച അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടുള്ള നന്ദി അറിയിക്കട്ടെ. It is a great joy and privilege for me to spend this last few days with you all. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ലഭിച്ചത് ജീവിതത്തിന്റെ ഒരു വലിയ പദവിയും ഭാഗ്യവുമായി ഞാൻ കാണുന്നു. My wife and I have enjoyed ourselves thoroughly here, in this wonderful state of Kerala. ഡോക്ടർ ഡാനിയൽ ഹോയും അദ്ദേഹത്തിന്റെ പ്രിയതമയും ഇവിടെയുള്ള അവരുടെ താമസം ഏറെ ആസ്വദിച്ചു. We enjoy you all wonderful people, your hospitality, including your wonderful food. നിങ്ങളുടെ ഭക്ഷണവും ആതിഥ്യവും ഞാൻ ഏറെ ആസ്വദിച്ചു. The only thing we didn't enjoy as much is your son. നിങ്ങളുടെ ഇവിടുത്തെ സൂര്യരശ്മി അല്ലെങ്കിൽ ഇവിടുത്തെ ചൂട് അധികം ഏൽക്കുന്നതിന് എനിക്ക് അവസരം ലഭിച്ചില്ല. Your sun seems to be slightly hotter than the sun in Malaysia. മലേഷ്യയിലുള്ളതിനേക്കാൾ ഇവിടുത്തെ സൂര്യന് അല്പം ചൂട് കൂടുതലാണ് എന്ന് ഞാൻ കരുതുന്നു. Maybe because you are closer to heaven, that's why the sun here is hotter. നിങ്ങൾ സ്വർഗ്ഗത്തോട് കൂടുതൽ അടുത്തതുകൊണ്ടായിരിക്കണം. But really thank God for all of you indeed. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. How much we have enjoyed ourselves. നിങ്ങൾ എത്രമാത്രം ഇത് സന്തോഷിച്ചു എന്ന് എനിക്ക് അറിയില്ല. And I commend many of you who brought your own children along here as well. നിങ്ങളുടെ മക്കളെ എല്ലാവരെയും ഈ മഹായോഗത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. Not only you wonderful adults sit through all the sessions here. നിങ്ങൾ മിക്കവാറും എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തു എന്നതും ഞാൻ മനസ്സിലാക്കുന്നു. Even your children sat through all the sessions. ഈ ഇവിടെ നടന്ന യോഗങ്ങളിലെല്ലാം നിങ്ങളുടെ കുട്ടികൾ അച്ചടക്കത്തോടുകൂടെ ആദ്യവസാനം സംബന്ധിച്ചു. And they are so quiet and so well behaved. നിങ്ങൾ വളരെ അച്ചടക്കത്തോടും വളരെ ഔചിത്യത്തോടും കൂടെ ഈ യോഗങ്ങളിലെല്ലാം പെരുമാറി എന്നത് ഞാൻ സന്തോഷിക്കുന്നു. Your children are almost like Jesus, really. നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും യേശുവിനെ പോലെയാണ്. So it's so encouraged to see so many of you here bring your kids along to be a family here, sharing, learning and growing together. നിങ്ങൾ കുടുംബമായി കുട്ടികളോടൊപ്പം വന്ന് പഠിക്കുകയും വളരുകയും ക്രിസ്തുവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. I want to thank you all therefore because this afternoon we leave and we go back to Malaysia. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ തിരികെ മലേഷ്യയിലേക്ക് മടങ്ങുകയാണ്. And we value your prayer for us as we move on towards ongoing work and ministry in Malaysia as well as around the world. മലേഷ്യയിലും മറ്റിടങ്ങളിലുമുള്ള ഞങ്ങളുടെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്നതിന് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. And I'm so privileged to know so many of your bishops as well as so many of your archon and wonderful people around. പ്രിയപ്പെട്ട അഭിവന്ദ്യ തിരുമേനിമാരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും വിശിഷ്ടരായ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. There are such great examples of grace and godliness that I see. ദൈവികത നിങ്ങളിൽ എല്ലാവരും തുളുമ്പി നിൽക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. So thank you very much bishops and all the archon. അഭിവന്ദ്യ തിരുമേനിമാരോടും അച്ഛന്മാരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. This morning final session of mine I'm going to speak about how to make a difference living in this world. ഇന്ന് പ്രഭാതത്തിൽ എങ്ങനെ ഗുണപരമായ ജീവിതം നയിക്കാം എന്ന് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. It is important, my friends, that as Christians we are not just put here, right, to just have a good wonderful life and make lots of money or whatever else. ഇവിടെ ജീവിച്ച് അല്പം പണമൊക്കെ സമ്പാദിച്ച് ജീവിതം പൂർത്തീകരിക്കാൻ മാത്രമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. We are put here by the living God to make a difference and to transform community for the Lord Jesus Christ. ജീവനുള്ള ദൈവം ഈ സമൂഹത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുന്നതിനാണ്. To be a real impact and influence in the world. ഈ ലോകത്തിൽ കൃത്യമായ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And therefore one of the best passages I can think of is about life of Daniel and his three friends in the Old Testament. പക്ഷെങ്കിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ദാനിയേലിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഉദാഹരണമാണ്. So when we read from Daniel chapter 1 verses 3 to 7 and then verses 18 to 20. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയും 18 മുതൽ 20 വരെയുമുള്ള വാക്യങ്ങൾ. In the third year of the reign of Jehoiakim, king of Judah. So let me go and start verse 3. Then the king ordered Espinas, chief of his court officials, to bring in some of the Israelites from the royal family and the nobility, young men without any physical defect, handsome, showing aptitude for every kind of learning, well informed, quick to understand, and qualified to serve in the king's palace. He was to teach them the language and literature of the Babylonians. The king assigned them a daily amount of food and wine from the king's table. They were to be trained for 3 years
and after that they were to enter the king's service. Among these were some from Judah: Daniel, Hananiah, Mishael, and Azariah. The chief official gave them new names. To Daniel the name Belteshazzar, to Hananiah Shadrach, to Mishael Meshach, and to Azariah Abednego. And onwards to verse 18 onwards. At the end of the time set by the king to bring them in, the chief official presented them to Nebuchadnezzar. The king talked with them, and he found none equal to Daniel, Hananiah, Mishael, and Azariah. So they entered the king's service. In every matter of wisdom and understanding about which the king questioned them, he found them 10 times better than all the magicians and enchanters in his whole kingdom. And Daniel remained there until the first year of King Cyrus. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്വനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ യഹൂദാ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് ബെൽസസർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മിശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോവ് എന്നും പേർ വിളിച്ചു. 18 മുതൽ. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെബൂഖദ്നേസറിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Our Father, once again we thank and praise you for this amazing word of yours that you preserve for the centuries. നൂറ്റാണ്ടുകളായി അവിടുന്ന് ഞങ്ങൾക്കായി കാത്തുവച്ചിരുന്ന ഈ വചനത്തിനായി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ നിനക്ക് മഹത്വം കരയറ്റുന്നു. For our teaching and our training and equipping so that we be men and women of God do mighty things for you. പ്രിയ കർത്താവേ, വചനത്തിലൂടെ നിന്റെ മക്കളെന്ന നിലയിൽ നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. We ask again, Father, you by your Holy Spirit take your word and speak to each one of us. നിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരോടും അവിടുന്ന് സംസാരിക്കണമേ. And draw us all in response, our Father, we pray. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. In Jesus' wonderful name. ആമേൻ. Amen. Well, once there were 3 men who got together to discuss how much they are giving to God and to serve and to advance God's kingdom. എങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷയിൽ മുന്നേറാം എന്ന കാര്യങ്ങൾ 3 ആളുകൾ ചേർന്ന് സംസാരിച്ചു. And they are sharing how they really want to make a difference and continue to advance of God's kingdom. എങ്ങനെ ഗുണപരമായ മാറ്റം വരുത്താമെന്നും ദൈവരാജ്യ ശുശ്രൂഷയിൽ എങ്ങനെ വർദ്ധിച്ചു വരാമെന്നും അവർ തമ്മിൽ കൂടി ആലോചിച്ചു. So we come to the area of giving. As you have seen here, many of you gave. I want to commend you indeed. നിങ്ങളെ എല്ലാവരെയും അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. So the first man said, you know how I decide how much to give to God and God's work? എങ്ങനെ ദൈവത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും എങ്ങനെ നൽകാമെന്ന് ആദ്യത്തെ ആൾ പറഞ്ഞു. This man comes from a Martoma church. ആ ആൾ മർത്തോമ സഭയിൽ നിന്നുള്ള ആളാണ്. And he's a very spiritual man. വളരെ ആത്മീയ താല്പര്യമുള്ള ആളാണ്. And he said, the way I decide to give to God is this. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോവുക. I draw a small little circle around me. ഞാൻ നിൽക്കുന്നതിന് ചുറ്റുമായി ഒരു ചെറിയ വൃത്തം വരയ്ക്കും. I throw my money up into the air. ഞാൻ എൻ്റെ കയ്യിലുള്ള പണം മുകളിലേക്ക് എറിയും. Whatever lands inside the circle, I keep outside the circle. God keeps. എന്നിട്ട് മുകളിലേക്ക് എറിയുമ്പോൾ താഴേക്ക് വീഴുന്ന പണത്തിൽ ഉള്ളിലുള്ളത് ദൈവത്തിനും പുറത്തുള്ളത്
ഞാൻ എനിക്കും എടുക്കും. The second man comes from an Anglican church. രണ്ടാമത്തെ ആൾ ആംഗ്ലിക്കൻ സഭാ പാരമ്പര്യത്തിൽ He നിന്നുള്ളയാളാണ്. said, how I decide is this. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ I draw a big circle around me. ഞാനൊരു വലിയ വൃത്തം വരയ്ക്കും. I throw the money up in the air. ഞാൻ മുകളിലേക്ക് എൻ്റെ പണം എറിയും. What lands inside the circle, I keep. Outside the circle, God keeps. ഈ വലിയ വൃത്തത്തിനുള്ളിൽ വീഴുന്നതെല്ലാം ഞാൻ എടുക്കും, പുറത്ത് വീഴുന്നതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കും. The third one comes from the Methodist church, which is a tradition I come from. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന മെത്തഡിസ്റ്റ് പാരമ്പര്യത്തിലുള്ള ആളാണ്. And this man said, that's how I decide. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോവുക. I draw no circle at all. ഞാൻ ഒരു വൃത്തവും വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. Because I want to make life easy for myself and for God. ഞാൻ എനിക്കും ദൈവത്തിനും കാര്യങ്ങൾ എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്നു. I just take my money and throw my money up into the air. ഞാൻ എൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ ഉയരത്തിലേക്ക് എറിയും. Whatever remains up there, God keeps, comes down, I keep. മുകളിൽ എന്തെങ്കിലും പണം നിൽക്കുകയാണെങ്കിൽ അത് ദൈവത്തിനുള്ളതും താഴെ വീഴുന്നതെല്ലാം എനിക്കുള്ളതുമാണ്. You can see Methodist church people very clever. അതാ നിങ്ങൾക്കറിയാം മെത്തഡിസ്റ്റ് പാരമ്പര്യത്തിലുള്ളവരെല്ലാം അതിബുദ്ധിമാന്മാരാണ്. God have mercy upon all of us. ദൈവം ഞങ്ങളോട് ക്ഷമിക്കട്ടെ. Because money is one way of serving and making a difference. പണം നൽകുക എന്നത് ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു മാർഗമാണ്. I believe there are many other ways we can serve and make a difference. തീർച്ചയായും സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ അതുപോലെ പ്രാധാന്യമുള്ള മറ്റു മാർഗങ്ങളുമുണ്ട്. Amen. ആമേൻ. Amen. ആമേൻ. And so here we can learn, friends, from the life of Daniel and the three friends. അതുകൊണ്ട് ദാനിയേലിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഗുണപരമായ മാറ്റം വരുത്തുക എന്നാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. We must remember the context, friends, they are in. അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തെ നാം അറിയേണ്ടതുണ്ട്. They are aliens in a foreign culture. അവരൊരു വിദേശ രാജ്യത്ത് പരദേശികളായി ജീവിക്കുകയാണ്. They have been uprooted from the home and transported as exiles into Babylon. അവർ സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട് മെസപ്പൊട്ടോമിയയിൽ അഥവാ ബാബിലോണിയയിൽ പ്രവാസത്തിൽ കഴിയുകയാണ്. And they are cut off from all contacts of the people with their own people. അവരവരുടെ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടവരാണ്. They are also very young. അവർ വളരെ ചെറുപ്പക്കാരാണ്. Probably late years in their teenage years. ഒരുപക്ഷെങ്കിൽ അവരുടെ ഒരു കൗമാര പ്രായത്തിന്റെ അവസാന ഘട്ടങ്ങളിലായിരിക്കണം. And they were taken to Babylon. അവർ ബാബിലോണിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടു. Friends, you and I must know Babylon is a very advanced culture. ബാബിലോൺ എന്ന് പറയുന്നത് വളരെ അന്നത്തെ കാലത്തെ വളരെ പുരോഗമനപരമായ ഒരു രാജ്യമായിരുന്നു. There is, for example, the ziggurat, the very tall, temple built many stories high in worship of Babylonian gods. വളരെ ഉയരത്തിലുള്ള സിഗുറാറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ദീർഘചതുരാകൃതിയിലുള്ള ക്ഷേത്രം അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. There is also, friends, the hanging garden of Babylon built by King Nebuchadnezzar for his wife. നെബൂഖദ്നേസർ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച തൂക്കിയിട്ടിരിക്കുന്ന ഉദ്യാനം ഒരു അത്ഭുത കാഴ്ചയാണ്. And the hanging garden of Babylon, friends, is one of the 7 wonders of the ancient world. അക്കാലത്തെ 7 ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ തൂക്കിയിട്ടിരിക്കുന്ന ഉദ്യാനം. There is also the court of Hammurabi, one of the earlier emperors of the Babylonian Empire. ബാബിലോൺ ചക്രവർത്തിയായിരുന്ന ഹമ്മുറാബി രൂപപ്പെടുത്തിയ ഹമ്മുറാബി കോഡ് നിയമ സംഹിതകൾ. See, the court of Hammurabi was enacted in 1754 BC. 1754 ക്രിസ്തുവിന് മുൻപ് ആണ്ടിലാണ് ഈ നിയമസംഹിത രൂപപ്പെടുത്തിയത്. It contains laws about transactions, about life and living and business. ഭൗതിക ജീവിതത്തിലെ വ്യവഹാരങ്ങളെ കുറിച്ചുള്ള നിയമങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. And so this is thousands of years before Daniel was brought into Babylon and his friends. ദാനിയേലും സുഹൃത്തുക്കളും ബാബിലോണിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള നിയമസംഹിതകൾ അവിടെ നിലവിലിരുന്നു. So you can see, friends, science and technology and engineering really advanced in the time of Daniel in Babylon. അതുകൊണ്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിയമ സംവിധാനങ്ങളും ഒക്കെ വളരെ പുരോഗമനപരമായി നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ദാനിയേലും കൂട്ടരും ജീവിച്ചിരുന്നത്. It is a big and huge and intimidating empire. അത് വളരെ അതിശക്തവും ഭയപ്പെടുത്തുന്നതുമായ ഒരു സാമ്രാജ്യ സാഹചര്യമായിരുന്നു. And here it is 4 young starry-eyed teenagers who were thrown into that kind of advanced culture. ഇത്തരത്തിലുള്ള വളരെ പുരോഗമനപരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ദാനിയേലും 3 ചെറുപ്പക്കാരും എറിയപ്പെടുന്നത്. Total foreigners. തീർച്ചയായും പൂർണ്ണമായും അർത്ഥത്തിൽ വിദേശീയരായിരുന്നു. Serious minority in the culture. അത്തരത്തിലുള്ള വലിയ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ ഒരു ന്യൂനപക്ഷമായിരുന്നു ഈ ചെറുപ്പക്കാർ. And yet, friends, see the influence, the impact they have in the process. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനത്തിന് ഉള്ള എല്ലാ സാധ്യതകളും ആ സാഹചര്യത്തിൽ അവരുടെ മേലുണ്ടായിരുന്നു. That's why, friends, you and I must not underestimate ourselves as well. അതുകൊണ്ട് നമ്മുടെ സർഗശേഷിയെ നാം നിസ്സാരവൽക്കരിക്കരുത്. We sometimes we feel we are small and insignificant. പലപ്പോഴും നമ്മൾ ചെറിയവരും നിസ്സാരരുമാണ് എന്ന് നാം കരുതാറുണ്ട്. That we are nobody.
നമ്മൾ ആരുമല്ല എന്ന് ചിന്തിക്കാറുണ്ട്. That, for example, the percentage of Christians in India is only about 2 or 3%. 2 മുതൽ 3% വരെ ആളുകളെ ഉള്ളൂ ക്രൈസ്തവ വിശ്വാസികൾ ഈ ഭാരത മണ്ണിൽ. And because sometimes we feel and think that we are so small and so insignificant, what influence, impact we could have. നമ്മൾ എണ്ണത്തിൽ വളരെ ചെറിയതായതുകൊണ്ട് എന്ത് സ്വാധീനമാണ് നമുക്ക് ഈ നാട്ടിൽ ചെലുത്താൻ കഴിയുക എന്ന് ഒരുപക്ഷെങ്കിൽ നാം ചിന്തിച്ചു പോകാറുണ്ട്. And that's why, friends, we continue to come back to the Word of God to teach and instruct us as what difference we can make in the world where God has put us in. എണ്ണത്തിൽ ചെറിയതാണെങ്കിലും എന്തു മാറ്റം നമുക്ക് വരുത്താൻ കഴിയുമെന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. Firstly, friends, the challenge that is faced by Daniel and his friends. അതുകൊണ്ട് ദാനിയേലിനും സുഹൃത്തുക്കൾക്കും നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. The challenge was one whereby they were forced to be immersed in Babylonian culture. അതുകൊണ്ട് ബാബിലോൺ സംസ്കാരത്തിലേക്ക് തങ്ങളെ തന്നെ അനുരൂപപ്പെടുത്താനുള്ള വലിയ പ്രലോഭനം അവരുടെ മേലുണ്ടായിരുന്നു. Because again, verses 3 and 4, Daniel chapter 1, he says like this. 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Then the king ordered Aspenaz, chief of his court officials, to bring in some of the Israelites from the royal family and the nobility. 4 young men without any physical defect, handsome, showing aptitude for every kind of learning, well informed, quick to understand, and qualified to serve in a king's palace. He was to teach them the language and literature of the Babylonians. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്വനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. You see, friends, when we are trained in the language as well as literature of a certain culture, it means we're totally immersed in the soul and the mind of the culture. ഒരു സംസ്കാരത്തിലും ആ സംസ്കാരത്തിൽ രൂപപ്പെടുന്ന സാഹിത്യത്തിലും നാം വളർത്തപ്പെടുമ്പോൾ അതിനോട് ചേർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മിൽ ഉണ്ടാകാം. So therefore they are trying to change Daniel and the 3 friends. എന്നാൽ ദാനിയേലും 3 സുഹൃത്തുക്കളും അങ്ങനെയല്ലായിരുന്നു. Not only that, friends, they are also been asked to participate in Babylonian pleasure. അതുകൊണ്ട് ബാബിലോണിന്റെ ഉന്മാദങ്ങളിൽ പങ്കെടുക്കുവാനും അവരെക്കുറിച്ച് ആ സംസ്കാരം പ്രതീക്ഷിച്ചിരുന്നു. Because verse 5 it tells us like this. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. The king assigned them a daily amount of food and wine from the king's table. They were to be trained for 3 years and after they were to enter the king's service. 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവർ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. So they were trained, they were being fed with the wonderful food and wine of the Babylonians. അതുകൊണ്ട് കൊട്ടാരത്തിലെ ഭക്ഷണവും വീഞ്ഞും കൊണ്ട് അവരെ പോഷിപ്പിക്കാൻ രാജാവ് ശ്രമിക്കുന്നു. So that they will be able to be embracing the pleasure of the Babylonians indeed. ബാബിലോണിന്റെ സന്തോഷത്തിൽ അവർ പങ്കുചേരണം എന്നതാണ് ഇതിലൂടെ രാജാവ് ഉദ്ദേശിച്ചിരുന്നത്. Not only, friends, they wanted Daniel and the 3 friends to be bathed in the culture and the soul of Babylon. ബാബിലോൺ സംസ്കാരത്തിന്റെ ആത്മാവിലേക്ക് ഇവർ ഇറങ്ങിച്ചെല്ലും എന്നാണ് കരുതിയിരുന്നത്. Not only they want them to participate in the pleasures and the fun of Babylon. ബാബിലോണിന്റെ സന്തോഷങ്ങളിലും ഉന്മാദങ്ങളിലും പങ്കെടുക്കുക മാത്രമല്ലായിരുന്നു അവരെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത്. The third challenge they face is they're trying to change their identity. അവരവരുടെ സ്വത്വത്തെ മാറ്റുമെന്നാണ് രാജാവ് കരുതിയിരുന്നത്. Because verses 6 and 7, this is what we read here. 6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Among these were some from Judah, Daniel, Hananiah, Mishael, and Azariah. The chief official gave the new names. To Daniel, the name Belteshazzar. To Hananiah, Shadrach. To Mishael, Meshach. And to Azariah, Abednego. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ് എന്നീ യഹൂദാ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽസസർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മിശായേലിന് മേശക് എന്നും അസരിയാവിന് അബേദ്നഗോവെന്നും പേർ വിളിച്ചു. You see, the Babylonian court is trying to really take away from them their Jewish identity. അവരിൽ ഉണ്ടായിരുന്ന യഹൂദ മതബോധത്തെയും വിശ്വാസത്തെയും പൂർണ്ണമായും ദൂരീകരിക്കാനാണ് ഇതിലൂടെ രാജാവ് ശ്രമിച്ചത്. Trying to cause them to immerse and totally blend with Babylonian culture and practices. ബാബിലോണിന്റെ സംസ്കാരങ്ങളിലേക്കും അതിന്റെ പ്രയോഗങ്ങളിലേക്കും
അവർ പൂർണ്ണമായും ഇഴുകിച്ചേരണമെന്നാണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. So not only, friends, every distinctiveness about Jewishness, but also as a people of God is being erased from them, as it were. ദൈവജനമെന്ന നിലയിലും യഹൂദന്മാരെന്ന നിലയിലും അവരിലുണ്ടായിരുന്ന വ്യതിരക്തതയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനാണ് രാജാവ് ഇതിലൂടെ ശ്രമിക്കുന്നത്. With that kind of challenge, it must be really tough to rise up to face it, isn't it? എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ നേരിടുക, അതിനെ അതിജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. And yet, in the midst of that kind of challenge, what is needed on the part of Daniel and the three friends? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദാനിയേലിനും കൂട്ടർക്കും എന്താണ് ചെയ്യാൻ കഴിയുക? You notice, friends, here in this passage, there are two things that Daniel and the three friends stood up for. അവർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായപ്പോൾ ചെയ്തത്. In the midst of the pressure as well as the pleasure of Babylon, how did they respond? ബാബിലോണിന്റെ ഉന്മാദങ്ങളുടെയും സമ്മർദ്ദങ്ങളോടും നേരെ അവർ രണ്ട് തരത്തിലാണ് പ്രധാനമായും പ്രതികരിച്ചത്. Friends, the first need is the need for clarity. ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ടത് ചില ഉത്തമമായ ബോധ്യങ്ങളാണ്. And this is what you notice, friends. Daniel and their friends were really clear about, okay, as they were being, as it were, immersed into Babylonian culture. ബാബിലോണിന്റെ സംസ്കാരത്തിലേക്ക് അവരെ വലിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർക്ക് ചില ഉത്തമമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. And so verse 8 and then verses 11 to 13, this is what it tells us like this from Daniel chapter 1. എട്ടാമത്തെ വാക്യത്തിലും 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും നാം അതാണ് കാണുന്നത്. But Daniel resolved not to defile himself with the royal food and wine, and he asked the chief official for permission not to defile himself in this way. Then Daniel said to the guard whom the chief official appointed over Daniel, Hananiah, Mishael, and Azariah, please test your servants for 10 days. Give us nothing but vegetables to eat and water to drink. Then compare our appearance with that of the young men who ate the royal food, and treat your servants in accordance with what you see. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. 11 മുതലുള്ള വാക്യങ്ങൾ. ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മിശായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ ഒത്തുനോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. So you can see, friends, in the midst of the culture and the pleasure of the Babylonians, you notice how Daniel and the friends responded. എങ്ങനെയാണ് ബാബിലോണിന്റെ സമ്മർദ്ദങ്ങളോടും അതിൻ്റെ ഉന്മാദങ്ങളോടും ദാനിയേലും കൂട്ടുകാരും പ്രതികരിച്ചത് എന്ന് നാം ഇവിടെ കേട്ടു. They were clear in a matter that it is not because of the food and the wine and everything that they were immersed in that make them outstanding. എന്നാൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളോട് എതിർത്തു നിൽക്കുന്നതിനും അത്തരത്തിലുള്ള ഭക്ഷണങ്ങളോടും ആഹാരത്തോടും എതിർത്തു നിൽക്കുന്നതിലൂടെ അവർ അവരുടെ സവിശേഷത വ്യക്തമാക്കുകയാണ്. That they were clear that there's a need for them to be different and separate from all the rest of the others. മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തരാണ് എന്നതിനെക്കുറിച്ച് ഉള്ള വ്യക്തത അവർക്കുണ്ടായിരുന്നു. And that's what, friends, you and I need when we live in a culture wherever God has put us in. ദൈവം നമ്മളെ ആക്കി വെക്കുന്ന സാഹചര്യങ്ങളിൽ ഈ തരത്തിലുള്ള ഒരു വ്യക്തതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. When we are drawn into the pleasure and the culture of that kind of society. ഉന്മാദ സംസ്കാരത്തിന്റെ മധ്യത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തതയും ഉത്തമ ബോധ്യവും നമുക്ക് ആവശ്യമാണ്. You and I need to be clear about drawing a line about it. ഈ സംസ്കാരത്തിൽ നിന്നും ഒരകലം കൃത്യമായി പാലിക്കേണ്ടത് ആവശ്യമാണ്. To remind ourselves that we are different from the rest of the world. അത് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്താനാണ്, കാരണം നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. To remind ourselves that we are salt and light in this world. നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാണ് എന്ന് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. That we must not lose our distinctiveness at all. നമ്മുടെ വ്യതിരക്തത, നമ്മുടെ വ്യത്യസ്തത ഒരു കാരണവശാലും നാം നഷ്ടപ്പെടുത്തിക്കൂടാ. See, friends, one of the most important things to ensure that we don't lose our influence and impact is to be clear about who we are and what we are. നാം ആരെന്ന നിലയിൽ നമുക്ക് ഈ സമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെയും നമുക്ക് ഈ സമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്ന മാറ്റങ്ങളെയും നാം അവഗണിച്ചുകൂടാ. The moment, friends, we lost our sense of identity in our life as a people of God, we are in that sense being wiped out very soon. ദൈവജനം എന്ന നിലയിൽ നാം ആരാണ് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന്റെ പ്രസക്തി തന്നെ ഇല്ലാതെയാവുകയാണ്. We have compromised in the process. നാം പലതിനോടും ആ പ്രക്രിയയിൽ അനുരഞ്ജനപ്പെടുകയാണ്. It reminds me of this brother, for example, in my church.
എൻ്റെ സഭയിലുള്ള ഒരു സഹോദരനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. He was asked to take some money to pass to this other company. ഒരു കമ്പനിയിലേക്ക് പണം നൽകാനായിട്ട് ആ സഹോദരനെ ഏൽപ്പിച്ചു. But he knew that money is corruption money. ആ പണം എന്ന് പറയുന്നത് അവിഹിതമായ മാർഗത്തിലൂടെ നേടിയതാണ് എന്ന ആ സഹോദരന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. So therefore he told his boss, sorry sir, as a Christian, I cannot do something like this. അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ നൽകിയ ഈ പണം കൈമാറുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. And his boss shouted at him. അദ്ദേഹത്തിന്റെ മുതലാളി അദ്ദേഹത്തെ ശകാരിച്ചു. Not only I'm ordering you, but the CEO of the company is ordering you as well. ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഈ കമ്പനിയുടെ മുതലാളി എന്ന നിലയിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. With fear and trembling he had to say to his boss. തീർച്ചയായും ഒരു തൊഴിലാളി എന്ന നിലയിൽ മുതലാളിയോട് അതെ എന്ന് പറയാൻ, ഉവ്വ് എന്ന് പറയാൻ അദ്ദേഹം കടപ്പെട്ടവനാണ്. Sir, even if it comes from the big boss, I'm sorry to say as a Christian I cannot be involved in this kind of corruption money. ഒരു ബോസ് എന്ന നിലയിലല്ല, ഈ ഭൂമിയിൽ ആര് തന്നെ നമ്മോട് പറഞ്ഞാലും ഇത്തരത്തിൽ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ നാം ചെയ്തുകൂടാ. The next day when he came back to work, he thought there'll be a letter waiting on the table, a love letter to say, as from today, Mr. So and so, you're fired from the company. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് വന്നപ്പോൾ തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു കത്ത് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം എത്തിയത്. But nothing happened. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. Because I believe God was there to affirm him and to encourage him. എന്നാൽ അവിടെ അദ്ദേഹത്തെ ബലപ്പെടുത്താനും ഉറപ്പിക്കുവാനും ദൈവം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. See, this brother wants to be clear about who he is before the eyes of God. ദൈവം മുൻപാകെ താൻ ആരാണ് എന്ന ഉത്തമമായ ബോധ്യം ഈ സഹോദരനുണ്ടായിരുന്നു. And that's what, friends, you and I see in the life of Daniel and the three friends. ഇത് തന്നെയാണ് നാം ദാനിയേലിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിലും കാണുന്നത്. They are clear that they are people of God and therefore distinct from all the rest of the world. ദൈവമക്കൾ എന്ന നിലയിൽ ലോകത്തിലെ മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തരാണ് എന്ന തികഞ്ഞ ബോധ്യം അവർക്കുണ്ടായിരുന്നു. Friends, the second area to meet the challenge is the need for competency. രണ്ടാമത്തെ അവരുടെ യോഗ്യത എന്ന് പറയുന്നത് പ്രാവീണ്യമായിരുന്നു. And so, friends, here in verse 17 as well as 19 to 20, this is what we read here. അവരുടെ കാര്യക്ഷമതയെക്കുറിച്ചും കാര്യപ്രാപ്തിയെക്കുറിച്ചും, Through these four young men, God gave knowledge and understanding of all kinds of literature and learning. And Daniel could understand visions and dreams of all kinds. The king talked with them, and he found none equal to Daniel, Hananiah, Mishael, and Azariah. So they entered the king's service in every matter of wisdom and understanding about which the king questioned them. He found them 10 times better than all the magicians and enchanters in his whole kingdom. 17 മുതൽ ഉള്ള വാക്യങ്ങൾ, ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. See, friends, these three friends together with Daniel, they were very clear that their intellect, their competency is not because of the learnings they received from the Babylonian culture. ബാബിലോൺ സംസ്കാരത്തിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ചില ഔദാര്യങ്ങളിലല്ല തങ്ങളുടെ ജ്ഞാനവും വിവേകവും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് ദാനിയേലിനും കൂട്ടർക്കും അറിയാമായിരുന്നു. See, they are very conscious where it comes from. അവരെവിടെ നിന്നാണ് വരുന്നത് എന്ന് അവർക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. Because verse 17 tells us like this. 17-ാം വാക്യം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്, To these four young men, God gave knowledge and understanding of all kinds of literature and learning. 17-ാം വാക്യത്തിൽ പറയുന്നത്, ഈ 4 ബാലന്മാർക്കും ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. Friends, it means that it is God who gives them. ഇത് ദൈവമാണ് അവർക്ക് നൽകിയത് എന്ന് അവർക്ക് അറിയാമായിരുന്നു. It is God who makes them competent. അവരെ യോഗ്യരാക്കി തീർക്കുന്നത്, പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നത് ദൈവമാണ്. And you and I know, friends, in the midst of all the learnings we receive at university, for example, നമ്മുടെ കലാലയങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് അറിവ് ലഭിക്കാറുണ്ട്. you and I need to go beyond our learnings to receive wisdom from the living God. എന്നാൽ അതിനപ്പുറത്തേക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. It is God who can give us wisdom beyond our learnings to be able to impact the world for Jesus Christ. നമുക്ക് ഔപചാരികമായി ലഭിച്ച വിദ്യാഭ്യാസത്തിന് അപ്പുറമായിട്ടുള്ള ജ്ഞാനമാണ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. Our God is able to do that. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. Amen. ആമേൻ. Amen. ആമേൻ. Beyond
all the learnings, okay, of human culture and society. മനുഷ്യ സംസ്കാരത്തിലുള്ള ഔപചാരികമായ വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് നാം വളരണം. Allow me to humbly give an example here. ഞാനൊരു ഉദാഹരണം നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. See, I've never worked in a corporate world. ഞാൻ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടില്ല. I only taught engineering in a college and that's all. ഞാൻ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിരുന്നു എന്നതല്ലാതെ ഒരു മുതലാളിത്ത സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. But God takes me today into a corporate world as a pastor. എന്നാൽ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ മുതലാളിത്ത സംസ്കാരത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. So for example, the richest man in Singapore invites me down to journey with his top directors. സിംഗപ്പൂരിലെ ഏറ്റവും ധനികനായിരിക്കുന്ന ഒരു മുതലാളി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. And then when I'm taken down to journey with them, I'm not introduced as a pastor. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു പാസ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല, simply as a corporate coach and a mentor and a trainer of CEOs of companies. ഒരു മുതലാളിത്ത സംസ്കാരത്തിൽ പെടുന്ന സ്ഥാപനങ്ങളിൽ പരിശീലിപ്പിക്കാനുള്ള യോഗ്യതയുള്ള ഒരാളെന്ന നിലയിലൂടെയാണ് ഞാൻ അവിടെ ചെല്ലാറുള്ളത്. Say, where do I get all these understandings and learnings from? ഈ തരത്തിലുള്ള ജ്ഞാനം എനിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? It is beyond the books of the world. ഇത് ഈ ലോകത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല. It is from this book, my friends, the word of the living God. ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. Because when we turn to God first, God will give us insights and wisdom beyond human learnings. നാം ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രമേയമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും. That's what God wants to do for every one of us. അതുതന്നെയാണ് നാം എല്ലാവരും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. Amen. ആമേൻ. A competency that can go beyond that of human understanding and learning. മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറമായിരിക്കുന്ന കാര്യക്ഷമതയിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. And that's how, friends, that the three friends of Daniel together with him is able to rise up for the challenge. അതുകൊണ്ട് ബാബിലോണിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ ദാനിയേലിനും സുഹൃത്തുക്കൾക്കും അങ്ങനെയാണ് സാധിച്ചത്. That they are clear as to who they are and therefore they draw the line. അവർ തങ്ങൾ ആരാണ് എന്നറിയാമെന്നതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അവരെ വേർതിരിക്കുന്ന കൃത്യമായ അതിർത്തികൾ അവർ വരച്ചിരുന്നു. But they are also competent because they know competency comes from the living God. എന്നാൽ അതിന്റെ അർത്ഥം അവർ യോഗ്യതയില്ലാത്തവരാണ് എന്നതല്ല, അവരുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് വരുന്നത്. And friends, you notice it is a king himself who examines all of them. അവരെ പരിശോധിക്കുന്നത് രാജാവ് നേരിട്ടാണ്. It is not left to the experts, as it were. ഏതെങ്കിലും മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരല്ല, രാജാവ് നേരിട്ടാണ് അത് ചെയ്തത്. And the king himself examined it and found it so much better than all the rest. രാജാവ് നേരിട്ട് പരിശോധിച്ചപ്പോൾ മറ്റുള്ളവരെക്കാൾ ഏറെ യോഗ്യതയുള്ളവരും കാര്യപ്രാപ്തിയുമുള്ളവരായി അവർ കാണപ്പെട്ടു. It shows that King Nebuchadnezzar is a brilliant man. നെബൂഖദ്നേസർ രാജാവ് അതിസമർത്ഥനായ ഒരാളാണ്. Normally, you see, friends, in testing the expertise of people, we leave it to experts to test these people, isn't it? സാധാരണ അങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നത് ഓരോ മേഖലയിലും പ്രത്യേകമായ സവിശേഷമായ വ്യുൽപ്പത്തിയുള്ളവരാണ്. But not for King Nebuchadnezzar himself. എന്നാൽ ഇവിടെ നെബൂഖദ്നേസർ രാജാവ് നേരിട്ടാണ് അത് He ചെയ്യുന്നത്. took upon that responsibility, right, to test them. അവരെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം രാജാവ് സ്വയം ഏറ്റെടുക്കുന്നു. That shows how brilliant actually King Nebuchadnezzar is. അത് സൂചിപ്പിക്കുന്നത് രാജാവിന്റെ പ്രാഗൽഭ്യത്തെയാണ്. And they checked it out and they found that indeed for Daniel and three friends there is real clarity but also competency. അവർ വ്യക്തതയുള്ളവരും ഉത്തമ ബോധ്യമുള്ളവരും അതിലുപരി കാര്യപ്രാപ്തിയുള്ളവരുമായി കാണപ്പെട്ടു. And I trust, my friends, this should be what you and I should be out there in the workplace and wherever God has put us in. ദൈവം നമ്മളെ ആക്കി വെക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെ കാണപ്പെടണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് We ആഗ്രഹിക്കുന്നത്. must be first clear as to who we are, the people of God. ദൈവജനമെന്ന നിലയിൽ നാം ആരാണ് എന്നതിനെക്കുറിച്ച് ചില ഉത്തമമായ ബോധ്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. But secondly, friends, we ought to be competent, ought to be outstanding whatever we do. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സവിശേഷതയുള്ളവരും പ്രാപ്തിയുള്ളവരുമായിരിക്കണം. Because that's how influence and impact comes. അപ്പോഴാണ് നമുക്ക് സ്വാധീനവും മാറ്റവും ചെലുത്താൻ കഴിയുക. Not only, firstly, friends, there's a challenge that they face. അവർ നേരിടുന്ന വെല്ലുവിളികളും അങ്ങനത്തേതായിരുന്നു. But secondly, friends, there are also critics who will come alongside to find problems with people around us. എന്നാൽ ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ചില എതിരാളികളും അവിടെ ഉണ്ടായതായി നാം കാണുന്നു. And so we notice, friends, here are critics trying to find fault with Daniel himself. ഇവിടെ ചില വിമർശകരാണ് ഇപ്പോൾ ദാവീദിനും കൂട്ടർക്കും ദാനിയേലിനും കൂട്ടർക്കും എതിരായി വരുന്നത്. And this record for us in Daniel chapter 6 verses 5 to 9. ഇതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലാണ്. How these people around Daniel are trying to find fault with him. ഈ വിമർശകരെ ഈ ദാനിയേലിലും കൂട്ടുകാരിലും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ അവിടെ നാം വായിക്കുന്നു. Finally, this man said, we will never find any basis for charges against this man Daniel.
unless it has something to do with the law of his God. So the administrators and the satraps went as a group to the king and said, O King Darius, live forever. The royal administrators, prefects, satraps, advisors, and governors have all agreed that the king should issue an edict and enforce a decree that anyone who prays to any god or man during the next 30 days, except to you, O king, shall be thrown into the lion's den. Now, O king, issue the decree and put it in writing, so that it cannot be altered in accordance with the laws of the Medes and the Persians, which cannot be repealed. So King Darius put the decree in writing. 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചത് എന്തെന്നാൽ, ദാരിയാവേശ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് ഒരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാരിയാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. So you can see, friends, people around Daniel gang together to try to find fault with him. ദാനിയേലിനും സുഹൃത്തുക്കളുടെയും ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ സംഘം ചേർന്ന് അവരിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. Sometimes likewise in our place of work or responsibility, we find out people trying to find fault with us. നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്കും പരിചയമുണ്ടാകാം. What must we do? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? What should we do? എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? And this way, friends, we can learn from Daniel himself again. അതിന് നമുക്ക് സഹായകരമാകുന്ന ചില സൂചനകൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു. What is needed, friends, is firstly character of our life. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടിയത് സ്വഭാവ ഗുണമാണ്. Because verses 3 and 4, this is what it says to us from Daniel chapter 6. 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Now Daniel so distinguished himself among the administrators and the satraps with his exceptional qualities that the king planned to set him over the whole kingdom. At this, the administrators and the satraps tried to find grounds for charges against Daniel in his conduct of government affairs, but they were unable to do so. They could find no corruption in him because he was trustworthy and neither corrupt nor negligent. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. So we see here, friends, Daniel indeed is a man of real wonderful integrity and also faultless. ദാനിയേൽ കളങ്കമില്ലാത്തവനും വിശ്വസ്തനുമായിരുന്നു. He is trustworthy and absolutely responsible. അവൻ ഉത്തരവാദിത്വ ബോധമുള്ളവനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമായിരുന്നു. And that's what, friends, you and I ought to be wherever God has put us in. ദൈവം നമ്മളെ ആക്കുന്ന സാഹചര്യങ്ങളിൽ നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. Whether in our place of work, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ, or in our school, college, or university, നമ്മുടെ സ്കൂളുകളിലോ കലാലയങ്ങളിലോ, or in our neighborhood or our home, നമ്മുടെ വീട്ടിലോ അയൽപക്കത്തോ, we must prove ourselves to be absolutely trustworthy indeed. നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. Now, it does not mean, friends, that we are perfect. അതിന്റെ അർത്ഥം നാം പൂർണ്ണരായിരിക്കണം എന്നല്ല. Now, we acknowledge that we are not perfect, isn't it? നമുക്കറിയാം നാം ആരും പൂർണ്ണരല്ല. Amen. ആമേൻ. And this is where I say to pastors as well when I speak to them. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. Much as we desire to walk right all the time before God and before men, മനുഷ്യരുടെ മുൻപാകെയും ദൈവത്തിന്റെ മുൻപാകെയും നാം നീതിയായി ജീവിക്കണം. sometimes we make mistakes, unfortunately. ചില സന്ദർഭങ്ങളിൽ നിർഭാഗ്യവശാൽ നമുക്ക് തെറ്റുകൾ പറ്റാം. And I said our church members don't expect us to be perfect. ദൈവജനം അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ആളുകൾ നമ്മളെ പൂർണ്ണതയുള്ളവരായി കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. But they expect us to be authentic. എന്നാൽ നമ്മിൽ
സവിശേഷമായ ആധികാരികത ഉണ്ടാകണമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു. Which is when we do wrong, come before church members or whatever and confess and ask for forgiveness. അതുകൊണ്ട് തന്നെ ആ ആധികാരികത നേടിയെടുക്കാനുള്ള മാർഗം തെറ്റുപറ്റുമ്പോൾ അത് പരസ്യമായി സമ്മതിക്കുക എന്നുള്ളതാണ്. Because then the respect of the church members for us will go even higher and not the other way around. തെറ്റ് സമ്മതിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മതിപ്പും ബഹുമാനവും ഒരിക്കലും കുറയുകയില്ല, മറിച്ച് വർദ്ധിക്കുകയുള്ളൂ. Our church members don't expect us to be perfect, but they expect us to be authentic. നമ്മുടെ സഹവിശ്വാസികൾ നമ്മളെ പൂർണ്ണതയുള്ളവരായിട്ടല്ല ആധികാരികതയുള്ളവരായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. But sometimes in the midst of demands of all the responsibilities, we forget who we are even as a pastor. ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഞാൻ ആരാണ് എന്ന് മറന്നു പോകാം. It reminds me of the story of this young man. ഇത് എന്നെ ഒരു ചെറുപ്പക്കാരന്റെ കഥ ഓർമ്മപ്പെടുത്തുന്നു. One early morning, the mother wakes him up and says, "Son, get up quickly." ഒരു ദിവസം രാവിലെ ഒരു അമ്മ തന്റെ മകനോട് പ്രഭാതത്തിൽ പറയുന്നു, മോനെ എഴുന്നേൽക്ക്. And the young man said, "Mom, I have no mood, no desire want to get up." എനിക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല അമ്മേ. But the mother said, "No, you must get up quickly." എന്നാൽ അമ്മ പറഞ്ഞു, നീ ഉടനെ എഴുന്നേൽക്കണം. Finally, the young man said to the mother, "Give me 2 reasons why I must get up." അപ്പോൾ ഈ മകൻ അമ്മയോട് പറയാണ്, ഞാൻ എന്തുകൊണ്ട് ഇപ്പം എഴുന്നേൽക്കണമെന്നതിന് 2 കാരണങ്ങൾ പറഞ്ഞു തരാമോ? Well, said the mother, firstly to the son, firstly today it is Sunday. ഒന്നാമത് ഇത് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് നീ എഴുന്നേൽക്കണം. Secondly, because you are the pastor of the church or archon of the church. രണ്ടാമത്തെ കാരണം, നീ ഈ പള്ളിയിലെ അച്ഛനാണ്, അതുകൊണ്ട് എഴുന്നേൽക്കണം. That you have forgotten your responsibility. നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകരുത്. That on Sunday morning as archon we must all get up and do our work and respond in our churches, isn't it? വൈദികരെന്ന നിലയിൽ ഞായറാഴ്ച രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. But sometimes, friends, when we forget, we need to ask for forgiveness, okay, and put right again. എന്നാൽ അങ്ങനെ കഴിയാതെ വരുമ്പോൾ ക്ഷമ ചോദിക്കുകയും വീണ്ടും നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. What is important, friends, is first the whole area character. ഏറ്റവും പ്രധാനപ്പെട്ടത് സവിശേഷ ഗുണങ്ങളാണ്. Maintain a character of righteousness, okay, against the critics who may want to find fault with us. നമ്മെ വിമർശിക്കുന്നവരോട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്വഭാവ ഗുണത്തെ നാം പ്രദർശിപ്പിക്കണം. The second area is the need for courage. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നെഞ്ചുറപ്പാണ് അഥവാ മനോബലമാണ്. So you notice in the life of Daniel like this in verse 10 of chapter 6. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദാനിയേലിന്റെയും കൂട്ടരുടെയും മനോബലത്തിന്റെ സൂചനകൾ നാം വായിക്കുന്നു. Now when Daniel learned that the decree had been published, he went home to his upstairs room where the windows opened towards Jerusalem. 3 times a day he got down on his knees and prayed, giving thanks to God just as he had done before. 10-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. See, there's an edict that has been passed. No one can pray to any other god except to Nebuchadnezzar and his god for the next 30 days. എന്നാൽ കൽപ്പന പ്രകാരം അടുത്ത 30 ദിവസം നെബൂഖദ്നേസർ രാജാവിനെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ. That if anyone would have prayed to any other god except Nebuchadnezzar and his gods, these people will be thrown to the lions. അങ്ങനെ മറിച്ച് രാജാവിൻ്റെ കൽപ്പന എതിർത്ത് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ ആരാധിച്ചാൽ അവരെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളയും. And having known the edict and in spite of the edict, you notice, friends, Daniel just went on and pray as usual. എന്നാൽ രാജശാസനകളെ തെല്ലും ഗൗരവമായി എടുക്കാത്ത താൻ പതിവ് പോലെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. Friends, it requires great courage to take a stand like this. ഇങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ അപാരമായ നെഞ്ചുറപ്പ് വേണം. Because your life is at stake. കാരണം ജീവിതം ഒരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. And that Daniel is courageous to take a stand for the living God. എന്നാൽ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാനുള്ള ആർജവം ഇവിടെ ദാനിയേലും കൂട്ടരും കാണിക്കുന്നു. And likewise, my friends, can I say, in all our places of responsibilities, നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭൂമികകളിൽ when we are faced with a challenge, there is the need for us to take a stand, because without a stand, we will never make a difference at all. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ഒരു നിലപാടെടുത്തില്ലെങ്കിൽ നിലപാടുകൾ എടുക്കാതെ പിന്നെ എങ്ങനെയാണ് നാം സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുക? But this requires courage and great courage. എന്നാൽ അതിന് അപാരമായ മനോബലം വേണം. And it can cost sometimes our jobs. അത് ചില സമയത്ത് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി എന്ന് വരാം. Sometimes it can cost our life. അത് ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായി എന്ന് വരാം. At other times it may cost our promotion.
ചിലപ്പോൾ അത് നമ്മുടെ സ്ഥാനക്കയറ്റത്തെ ബാധിച്ചു എന്ന് വരാം. But you notice, friends, Daniel was undeterred in spite of the edict. എന്നാൽ രാജശാസനകൾക്കൊന്നും ദാവീദിന്റെ ശീലങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല. And there's one more reason why Daniel is so courageous in this regard. എന്നാൽ ദാനിയേൽ ഇത്രമാത്രം നെഞ്ചുറപ്പുള്ളവനായിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. To make a difference, not only Daniel's character is outstanding. ദാനിയേലിന്റെ വ്യക്തിത്വവും ദാനിയേലിന്റെ ധൈര്യവും ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. Not only, secondly, he's courageous. ദാനിയേൽ ധീരനായിരുന്നു. But thirdly, he is confident. ദാനിയേൽ ആത്മവിശ്വാസമുള്ളവനായിരുന്നു. Because his confidence is shown in verse 11 of Daniel chapter 6. ദാനിയേലിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Then these men went as a group and found Daniel praying and asking God for help. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു, ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. Friends, you can see here that Daniel's confidence is in God. ദാനിയേലിന്റെ വിശ്വാസം ദൈവത്തിലാണ്. It is not in himself and all that he has done. അത് തന്നിലോ താൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോ അല്ല. And this is what, friends, you and I need to come to really at the end of it all. ഇതാ ഇങ്ങനെ ഒരു സവിശേഷമായ ഗുണമാണ് നമുക്കും ഉണ്ടാകേണ്ടത്. That faced with a challenge, വെല്ലുവിളികളെ നേരിടുമ്പോൾ, with critics before us as well, വിമർശകർ നമ്മെ വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ, you and I must have deep faith in the living God. ജീവനുള്ള ദൈവത്തിൽ അടിയുറച്ച പതറാത്ത വിശ്വാസം നമുക്കുണ്ടാകണം. Trusting him whatever that comes our way. എന്തൊക്കെ സംഭവിച്ചാലും അവനിൽ തന്നെ ആശ്രയിക്കണം. And that's what, friends, Daniel did really. അതുതന്നെയാണ് ദാനിയേലും സുഹൃത്തുക്കളും ചെയ്തത്. And this is what, friends, you and I must do in our lives, really in our journey of faith from day to day. നമ്മുടെ അനുദിനമുള്ള വിശ്വാസ യാത്രയിലും ഈ തരത്തിലുള്ള ഒരു ജീവിത രീതിയും നിലപാടുമാണ് നാം പ്രദർശിപ്പിക്കേണ്ടത്. We must develop such a deep prayer life and a great journey with God, so much that in spite of all the challenges and the problems, our faith, our trust is in him. ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതിസന്ധികളിലും ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ആഴമായ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം. And that's what, friends, you and I are called to, I believe, in a society where God has placed us in. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. That if you and I are going to live to make a difference in this world, ഈ ലോകത്തിൽ ഗുണപരമായ മാറ്റം വരുത്തണമെങ്കിൽ, that in spite of the challenge, you and I, friends, need clarity and competency. വെല്ലുവിളികളെ നേരിടുമ്പോൾ നമുക്ക് ഉത്തമമായ ബോധ്യങ്ങൾ ഉണ്ടാവണം, നാം കാര്യക്ഷമതയുള്ളവരായിരിക്കണം. In the midst of our critics, we need character as well as courage and confidence in the living God. നമ്മുടെ വിമർശകർ നമ്മൾ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സ്വഭാവ ഗുണമുള്ളവരായിരിക്കണം, മനോബലവും നെഞ്ചുറപ്പും ഉള്ളവരായിരിക്കണം, ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. So that we know at the end of it all, it will be God who will affirm us, will be there to indeed support us. അവസാനമായി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ദൈവമാണ് നമ്മളെ ന്യായം വിധിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. And so, friends, faced with a challenge, അതുകൊണ്ട് വെല്ലുവിളികളെ നമുക്ക് നേരിടാം. Daniel and friends excel. എന്നാൽ ദാനിയേലും കൂട്ടരും അതിനു മേലെ ഉയർന്ന് നിൽക്കുന്നതായി നാം കാണുന്നു. Faced with critics, likewise Daniel excel. ദാനിയേലിന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന സവിശേഷത ദാനിയേലും കൂട്ടരും കാണിക്കുന്നു. Remember, they were still quite young. അവർ വളരെ ചെറുപ്പമായിരുന്നുവെന്ന് നാം ഓർക്കണം. Remember, they were aliens in a foreign land. അവരൊരു അന്യദേശത്ത് പരദേശികളായിരുന്നുവെന്ന് നാം മറന്നു പോകരുത്. Remember, they were really a very tiny minority. അവരൊരു ന്യൂനപക്ഷമായിരുന്നുവെന്ന് നാം ഓർക്കണം. And yet, friends, the whole book of Daniel tells us, in spite of this tiny little minority, they make a huge impact in the whole kingdom. അവരെണ്ണത്തിൽ ചെറുതായിരുന്നെങ്കിലും ബാബിലോൺ സാമ്രാജ്യത്തിൽ അവർ സാരമായ മാറ്റം വരുത്തി. And you and I, therefore, must not likewise underestimate ourselves. അതുകൊണ്ട് എണ്ണത്തിൽ ചുരുക്കമാണ് എന്നത് നമ്മളുടെ നിസ്സാരതയുടെ ലക്ഷണമല്ല. This God can do far more than we can ask, imagine or think. നമുക്ക് ചിന്തിക്കാനും നനയ്ക്കുന്നതിനും കഴിയുന്നതിനും അപ്പുറമായ അത്ഭുതങ്ങൾ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയും. That with God we're in a majority. ഭൂരിപക്ഷത്തിന്റെ മധ്യത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. Amen. Amen. We may be small and insignificant, നമ്മൾ എത്ര ചെറിയവരും നിസ്സാരരുമാണെങ്കിലും, but we must have faith and trust in the living God. എന്നാൽ ദൈവത്തിൽ നമുക്ക് വിശ്വാസവും ആശ്രയവും ഉണ്ടായിരിക്കണം. Grow in character and in competency. കാര്യപ്രാപ്തിയിലും ധൈര്യത്തിലും നാം മുന്നേറണം. But also grow in increasing courage and confidence in God. ആത്മവിശ്വാസത്തിലും മനോബലത്തിലും നാം വർദ്ധിച്ചു വരണം. So that looking to God, we trust Him to help us, lead, guide, and empower us to do all that is needful. അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് കണ്ണുയർത്തി ദൈവത്തിൽ ആശ്രയിച്ച് ധീരതയോടെ മുന്നോട്ട് പോകാം. That in spite of the fact that sometimes when we are a tiny little minority, we can make a huge impact. എണ്ണത്തിൽ ചെറുതാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഗൗരവമായ മാറ്റങ്ങൾ, ചലനങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. Allow me to use this example, if I may. മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. And allow Archbishop John Satimbu to quote your example, if I may. മറ്റൊരു ഉദാഹരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ.
Say Archbishop John, okay, Santumbu, he is actually origin from Uganda, now based in England. നമ്മുടെ ഈ കൺവെൻഷന്റെ മുഖ്യ പ്രാസംഗികനായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് യുഗാണ്ടയിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇംഗ്ലണ്ടിലാണ്. He, as we all know, is the Archbishop of York, which is the second most senior position in the whole Church of England. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്ഥാനമാണ് അദ്ദേഹം ഇപ്പോൾ അലങ്കരിക്കുന്നത്. He is a foreigner. അദ്ദേഹം മറ്റൊരു നാട്ടിൽ നിന്നുള്ള He is ആളാണ്. an alien in a foreign country, UK. ഇംഗ്ലണ്ടിൽ അദ്ദേഹം മറ്റൊരു നാട്ടിൽ നിന്ന് വന്നയാളാണ്. He is a small little tiny minority. അദ്ദേഹം ഒരു ന്യൂനപക്ഷമാണ് ആ നാട്ടിൽ. And yet, friends, even in that small tiny minority, God raised him to make a huge influence and impact in the United Kingdom. എന്നാൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തെ ദൈവം ഉന്നതമായിരിക്കുന്ന നിലകളിലേക്ക് ഉയർത്തി. എണ്ണത്തിൽ അവർ ഒരു ചെറിയ സംഖ്യയായിരുന്നുവെങ്കിലും. And it is not just in United Kingdom, but also around the world. അത് UK-യിൽ മാത്രമല്ല, ലോകത്തെമ്പാടത്തും അങ്ങനെ തന്നെയാണ്. Because we also know, of course, behind a great man is also a great, wonderful woman. വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരുടെ പിന്നിൽ അവരെ പോലെ തന്നെ ഉത്തമരായ സ്ത്രീരത്നങ്ങളും അവരുടെ വിജയത്തിന്റെ പിന്നിലുണ്ടാകും. Not only, friends, behind a great man is a great, wonderful woman. വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ പിന്നിൽ അവരെ അതിനെ സഹായിക്കുന്ന സ്ത്രീരത്നങ്ങൾ, വനിതാരത്നങ്ങൾ ഉണ്ടാകും. But also surprised mother-in-law. ചില സന്ദർഭങ്ങളിൽ അമ്മാവിയമ്മമാരും ഉണ്ടാകാം. But God can do amazing things in spite of whatever. ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. Our minority status, friends, never underestimate as to the fact that sometimes we feel small and insignificant. എണ്ണത്തിൽ ചെറിയതാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും നാം നമ്മെ നിസ്സാരരായി കാണേണ്ടതില്ല. God did it with Daniel and the three friends. ദൈവം ദാനിയേലിലും കൂട്ടരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. God can do with every one of us as well. ദൈവത്തിന് നമ്മിലും അതുപോലെയുള്ള വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. Say to your neighbor, God likewise want to use you wonderfully. നമ്മുടെ അടുത്തിരിക്കുന്നവരോടും പറയാ, ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. Would you do that? Say to one another, God wants to use you likewise. അടുത്തിരിക്കുന്നവരോട് ദൈവം നിന്നിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമോ? Amen. ആമേൻ. No? Okay, you're not very keen to talk to one another. നിങ്ങളെ അടുത്തിരിക്കുന്നവരോട് സംസാരിക്കാൻ വലിയ താല്പര്യം നിങ്ങളിൽ But കാണുന്നില്ല. friends, really, God wants to use every one of us. ദൈവം നമ്മെ എല്ലാവരെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. And that's what God wants to do in all our hearts and our lives. നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും. So friends, never underestimate ourselves. നമ്മെ നാം നിസ്സാരരായി കാണേണ്ടതില്ല. I come from a small little kampung, very small little village in Malaysia മലേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. that Achin Moti knows about. എനിക്ക് അറിയാം. So sometimes people may say, okay, for example, can anything good come up from Nazareth because it's so small? ഒരു ചെറിയ പട്ടണമാണെങ്കിലും നസ്രയത്തിൽ നിന്ന് വലിയ നന്മകൾ വരാം. And so likewise people say, can anything good come from the small little town Setiawan, unheard of in Malaysia even? മലേഷ്യയിലെ ഏറ്റവും ചെറിയതും നിസ്സാരവുമായിരിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് പോലും വലിയ നന്മകൾ ദൈവം വരുത്താറുണ്ട്. But God can raise us up, amen. എന്നാൽ ദൈവത്തിന് അവരെ ഉയർത്താനായിട്ട് സാധിക്കും. And that's what God wants to do for all of us. അത് Likewise, തന്നെയാണ് നമ്മിലും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്. I'm so grateful to God the way God has used me indeed. ദൈവം എന്നെ ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. A nobody, ഞാൻ ആരുമല്ല. coming from a non-Christian background, ഞാൻ ഒരു ക്രിസ്തേതര പാരമ്പര്യത്തിൽ നിന്ന് വരുന്നയാളാണ്. coming to faith in Christ 48 years ago. 48 വർഷം മുമ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നയാളാണ് ഞാൻ. And God changed my life completely ദൈവം എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. and used me to be involved in leading His church എന്നാൽ ഒരു സഭ സ്ഥാപിക്കുന്നതിനും സഭയുടെ വളർച്ചയിലും ദൈവം എന്നെ അതിശയകരമായി ഉപയോഗിച്ചു. and contributing to the nation. രാജ്യത്തിന്റെ വളർച്ചയിലും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. That several years ago, കുറെ വർഷങ്ങൾക്ക് മുൻപ് the governor conferred upon me a dato-ship. It is like the Sir, right, in Britain. മലേഷ്യയിലെ ഒരു സിവിലിയൻ പദവിയാണ് ദത്തോഷിപ്പ്. അങ്ങനെ ഒരു വലിയ സിവിലിയൻ ബഹുമതി ഡാനിയൽ ഹോയ്ക്ക് മലേഷ്യൻ ഗവൺമെന്റ് സമ്മാനിച്ചു. I'm truly humbled. ഞാൻ വിനയാന്വിതനാകുന്നു. Because for an ordinary pastor to be conferred, that is most unusual in Malaysia. ഒരു സാധാരണ വൈദികനായിരിക്കുന്ന എനിക്ക് ദത്തോഷിപ്പ് പോലെയുള്ള ഒരു സിവിലിയൻ ബഹുമതി ലഭിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല. But friends, God can raise us all up എന്നാൽ ദൈവത്തിന് നമ്മിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ and കഴിയും. use every one of us. നമ്മളെ എല്ലാവരെയും ദൈവത്തിന് അതേപോലെ ഉപയോഗിക്കാൻ No കഴിയും. matter how small, how insignificant we are and we feel. നമ്മൾ എത്ര ചെറിയതാണെന്നും എത്ര നിസ്സാരരാണ് എന്ന് നാം ചിന്തിച്ചാലും And use us to touch the world for Jesus Christ. എന്നാൽ ക്രിസ്തു
ക്രിസ്തുവിൽ മുറുകെ പിടിക്കുക. And this is my heart's cry and my prayer with you all, my friends. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. That wherever we are, make ourselves available to God. നാം എവിടെയായിരുന്നു ദൈവത്തിന് നമ്മെ തന്നെ ലഭ്യമാക്കുക. Serve God's purpose and His kingdom. ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ ഹിതവും നിവർത്തിക്കുക. Make your life count for God. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ലഭ്യമാക്കുക, അതിന് പ്രാധാന്യമുള്ളതായി കാണുക. Be clear to the fact that we are people of God, but also be competent whatever we are. നാം കാര്യപ്രാപ്തിയുള്ളവരും യോഗ്യതയുള്ളവരുമാണ് എന്ന് നാം മറന്നു പോകരുത്. Be a person of character and courage. ധൈര്യമുള്ളവരും സവിശേഷ ഗുണമുള്ളവരുമായിരിക്കണം. Have deep confidence in this living God of the universe. ജീവനുള്ള ദൈവത്തിൽ നമുക്ക് ആഴമായ വിശ്വാസമുണ്ടാവണം. And we step out in faith to trust God to get engaged with society and affairs of the world. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭൗതിക വ്യവഹാരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. And pray that God will use us to make a mark and difference in society wherever God has put us in. ദൈവം നമ്മെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ ആക്കി വെക്കുന്ന ഇടങ്ങളിൽ ഗുണപരമായ മാറ്റം വരുത്താൻ നമുക്ക് So സാധിക്കും. that never underestimate who you are. അതുകൊണ്ട് നമ്മ ആരാണ് എന്നത് നിസ്സാരമായി കാണേണ്ടതല്ല. Even a little child. നാം ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും Many times I like to lay hands and pray for little children. കൊച്ചുകുട്ടികളുടെ തലയിൽ കൈവച്ച് പലപ്പോഴും പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. Because you never know who they will become one day. ആ കുട്ടികൾ ആരാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല. They might one day turn out to be the chief minister of Kerala state. ഒരുപക്ഷെങ്കിൽ അവർ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരെ ആവാം. They might one day turn out to be the prime minister of India. ഒരുപക്ഷെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാം. You and I never know. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും ആവില്ല. So never look down upon people. അതുകൊണ്ട് ആരെയും നിസ്സാരരായി കാണരുത്. Never underestimate ourselves. നാം നമ്മെ നിസ്സാരരായി കാണരുത്. With God we are in the majority. എന്നാൽ ദൈവത്തോടുകൂടെ നാം ഒരു മഹാഭൂരിപക്ഷമാണ്. Trusting in God we can do great and mighty things. ദൈവത്തിൽ ആശ്രയിക്കുക, നമുക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കും. Amen. ആമേൻ. Amen. Amen. Let me pray. നമുക്ക് പ്രാർത്ഥിക്കാം. With our heads bowed and eyes closed. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. I want to firstly extend an invitation for those who have yet to trust Jesus Christ as Lord and Savior. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവരെ ഞാൻ ഈ സവിശേഷമായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ താല്പര്യപ്പെടുകയാണ്. I do not want to assume that in such a big crowd that everyone is a Christian, a child of God. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ വിശ്വാസം ഏറ്റുപറയുന്നവരും അതിൽ വിശ്വസിക്കുന്നവരുമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. If you're not a Christian, not yet a child of God, I want to pray for you. ഒരുപക്ഷെങ്കിൽ നാം ഈ വിശ്വാസത്തിന്റെ ഭാഗമല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But the other thing I want to say is that being born into a Christian family do not automatically make us a Christian. നാം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നാം പൂർണ്ണമായ അർത്ഥത്തിൽ ക്രിസ്ത്യാനികളാകുന്നില്ല. Every one of us needs to be born again, like what Jesus says to Nicodemus. നാം എല്ലാവരും നിക്കോദിമോസിനെ പോലെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. However great a Christian family you come from, എത്ര വലിയ കുടുംബത്തിൽ നിന്നാണ് നാം വരുന്നതെങ്കിലും, your father may even be an archon. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ പിതാവ് ഒരു വൈദികനാണെങ്കിലും, But friends born into a Christian family do not automatically make us Christians. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നത് നമ്മുടെ പൂർണ്ണതയുടെയോ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള നമ്മുടെ വളർച്ചയുടെയോ തെളിവല്ല. We all need to be born again. നാം എല്ലാവരും വീണ്ടും ജനിക്കണം. Because God only has children and never grandchildren. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. And so therefore we heads bowed and eyes closed. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഇരിക്കാം. If you do not know this living God of the universe, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് you നിങ്ങൾക്കറിയില്ലെങ്കിൽ, don't have a relationship with him in Jesus Christ. യേശുക്രിസ്തു മുഖാന്തരം ജീവനുള്ള ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ, In others you are not a Christian. നാം ഒരു ക്രിസ്ത്യാനിയല്ല. I want to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. And afterwards at a count of 3. At a count of 3 afterwards. At a count of 3 afterwards I'm going to say, wherever you are, if you like to trust Christ as Lord and Savior, would you raise up your hand? ഞാനൊരു 1, 2, 3 എന്ന 3 പ്രാവശ്യം എണ്ണി കഴിയുമ്പോഴേക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനും അതിൽ നിലനിൽക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ ദയവായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. You have never trusted in Christ, but today you want to really make it clear that this is the journey of faith I want to begin. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കില്ലെങ്കിൽ ഈ ഒരു വിശ്വാസ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. Would you raise up your hand at a count of 3? ഞാൻ 3 പ്രാവശ്യം എണ്ണുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുമോ? 1, 2 and 3. Can I see your hands? Yes, I see many hands. അനേകർ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതായി ഞാൻ കാണുന്നു. Let me pray for all of you whose hands are up. കരങ്ങളെ ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. Father, I pray for your blessings, oh God, upon all these precious, wonderful people. പിതാവേ, ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ നന്മകളെ പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. You know who they are and where they are.
അവരാരാണെന്നും അവരെവിടെയാണെന്നും നീ അറിയുന്നു. And Father, today I pray, oh God, you forgive them of all their sins. അവരുടെ എല്ലാ കുറവുകളെയും നീ അവരോട് പൊറുക്കണമേ. That today, oh God, I pray that each one of these will trust in Jesus Christ who died on the cross for their sins. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നീ ഞങ്ങളെയും ഈ പ്രിയപ്പെട്ടവരെയും That സഹായിക്കണമേ. you will cleanse them of all their sins and their wrongs, Father, I pray. എല്ലാ പാപങ്ങളിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പിതാവേ ഞാൻ നിന്നോട് And പ്രാർത്ഥിക്കുന്നു. right now, Holy Spirit, I pray right now you fill every heart and every life, oh God, with yourself. എല്ലാ ഹൃദയങ്ങളുടെ മേലും ജീവിതങ്ങളുടെ മേലും ദൈവം തന്റെ ആത്മാവിനെ പകരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Bring this new birth and new life to pass from today onwards. ഒരു പുതിയ ജീവിതവും ഒരു പുതിയ സാധ്യതയും ദൈവം നമുക്ക് നൽകും. Fill them with your love and your power. നിന്റെ സ്നേഹം കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും നീ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. Enable them to live from today onwards as a child of the living God. ജീവനുള്ള ദൈവത്തിന്റെ പൈതലായി ഇനിയുള്ള നാളുകൾ ജീവിപ്പാൻ നീ അവരെ സഹായിക്കണമേ. Bless them richly in every way, oh God, I pray. അവരെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. Strengthen them at times when things may be hard and difficult. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുമ്പോൾ നീ അവരെ ബലപ്പെടുത്തണമേ. And enable them to press on the journey of faith from today onwards, oh God. ഇന്നു മുതൽ നിന്നിലുള്ള പതറാത്ത വിശ്വാസത്തിൽ നിലനിൽപ്പാൻ നീ അവരെ So സഹായിക്കണമേ. bless all these precious ones, Father, I pray. ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. In Jesus' wonderful name. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ Amen. Amen. Let me pray for every one of us one last time. Father, I pray for every one of us. പിതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. You put us in this world for a purpose. ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ നീ ഞങ്ങളെ എല്ലാവരെയും ലോകത്തിൽ ആക്കിയിരിക്കുന്നു. Now that we've all come to know you as Lord and Savior of our lives, നിന്നെ കർത്താവും രക്ഷിതാവുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. we are so grateful to you, O God. പ്രിയ കർത്താവേ ഞങ്ങൾ നിന്നോട് ഏറെ നന്ദിയുള്ളവരാണ്. Cannot thank you enough indeed for this new life in the Lord Jesus Christ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന യേശുക്രിസ്തുവിൽ നൽകിയിരിക്കുന്ന പുതിയ ജീവിതത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. And so, Father, I pray you fill every one of us with your power and your spirit again. നിന്റെ ശക്തി കൊണ്ടും നിന്റെ ആത്മാവ് കൊണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കണം. Enable us to live differently in this world. ഈ ലോകത്തിൽ വ്യത്യസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. Enable us to stand strong and faithful and fervent in you. ഞങ്ങൾ ഉത്സാഹമുള്ളവരും വിശ്വസ്തരുമായിരിക്കാൻ നിന്റെ കൃപയിൽ ഞങ്ങളെ Give സഹായിക്കണം. us clarity as to who we are. ഞങ്ങൾ ആരാണ് എന്ന വ്യക്തതയും ഉത്തമ ബോധ്യവും ഞങ്ങൾക്ക് തരണമേ. That we are sons and daughters of the living King. ഞങ്ങൾ ജീവനുള്ള രാജാവിന്റെ മക്കളാണ്. Help every one of us, Father, I pray, wherever you put us, ഞങ്ങൾ എവിടെയായിരുന്നാലും നീ ഞങ്ങളെ എവിടെ ആക്കിയിരുന്നാലും നീ തന്നെ ഞങ്ങളെ to സഹായിക്കണം. make a mark and a difference. ഇവിടെ ഈ സമൂഹത്തിൽ ഒരു വ്യക്തമായിരിക്കുന്ന മാറ്റത്തിന് നീ ഞങ്ങളെ ഒരുക്കണമേ. To take a stand where is needful, so that we do not compromise. ആവശ്യമായിരിക്കുന്ന അവസരങ്ങളിൽ പൊത്തുവരുത്തത്തിന്റെ നല്ല നിലപാടുകളുടെ കൃപ ഞങ്ങൾക്ക് തരണമേ. To be men and women of real character. ഞങ്ങൾ ഉത്തമ ബോധ്യമുള്ള പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കാൻ ഞങ്ങളെ To സഹായിക്കണമേ. be competent and courageous. ഞങ്ങൾ ധൈര്യമുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കാൻ സഹായിക്കണമേ. But most of all, to have this confidence in you, trusting that you will enable us to fulfill your call upon our lives. എല്ലാത്തിലും ഉപരി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമെന്ന് നിന്നിൽ ആശ്രയിപ്പാനും വിശ്വസിപ്പാനും ഞങ്ങളെ I സഹായിക്കണം. pray, Father, you help everyone here in this Maramo convention to make a difference wherever you put them in. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഗുണപരമായ മാറ്റത്തിനായി നീ ഒരുക്കണമേ. So that together your kingdom will extend and the name of the Lord Jesus Christ will be glorified. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളെ ഒരുക്കണമേ. In Jesus' wonderful name. യേശുവിന്റെ നാമത്തിൽ തന്നെ Amen. ആമേൻ. I want to ask you to give a clap offering to Jesus, not to me, to Jesus. Will you do that? Give a clap offering to Jesus. Thank you very much.